ഹബീബായ മുത്തനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായപ്പോൾ തങ്ങളെ ചാരത്ത് എന്നുകൊണ്ട് ഉദ്കുർന യാ റസൂലല്ലാ എന്ന് വിളിച്ച് ആദ്യമായി നമുക്ക് ഇസ്തിഗാസ ചെയ്ത് കാണിച്ചു തരുന്നത് സ്വഹാബാക്കളുടെ നേതാവായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണ്. മുത്തനബിയുടെ ജീവിതകാലത്ത് വേറെയും ഒരുപാട് സഹായത്തേട്ടങ്ങൾ നടത്തിയിട്ടുണ്ട്. ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല. പറഞ്ഞു വരുന്നത് ആ തങ്ങളുടെ ചാരത്ത് ചെന്നുകൊണ്ട് നേരിട്ട് മുത്തനബിയോട് സലാം പറയാൻ, നമ്മുടെ കാര്യങ്ങളെ തങ്ങളെ ഏൽപ്പിക്കാൻ നിങ്ങൾക്കും ആഗ്രഹമില്ലേ? ഒരു ഹിക്മത്ത് ഞാൻ പറഞ്ഞുതരാം. ആദ്യം തന്നെ എനിക്ക് പറയാനുള്ളത് ഇന്റെ കാര്യമാണ്. ഒരു രൂപ പോലും ചെലവില്ലാതാണ് ഞാൻ മദീന കണ്ടത്. അപ്പൊ നിങ്ങൾ പറയും എന്നെ കൊണ്ട് അത് പറ്റും, വീഡിയോ ഒക്കെ ചെയ്യുന്ന ആളല്ലേ, എന്റെ സ്റ്റാറ്റസ് നോക്കി നിങ്ങൾ ഞാൻ വിലയിരുത്താണെന്നുണ്ടെങ്കിൽ എനിക്ക് പറയാനുള്ളത് ഞാൻ വെറും സീറോ ആണ്. എന്നെക്കാൾ എത്രയോ ഫോളോസ് ഒക്കെ കൂടുതലുള്ള വീഡിയോസിനൊക്കെ നല്ല റീച്ചുള്ള ആൾക്കാർക്ക് വരെ പോകാൻ കഴിയാതെ വിഷമം പറയലുണ്ട്. ആദ്യം തന്നെ എന്റെ ഈ ആഗ്രഹ സഫലീകരണത്തിന് അള്ളാഹു താല കാരണക്കാരാക്കിയ ക്യാൻസർ ട്രാവൽസിന്റെ അബു സാലി സാദിനും അലവൽ ട്രാവൽസിന്റെ ത്വാഹാക്കും നന്ദി അറിയിക്കാണ്. അള്ളാഹു താല അവരുടെ മുഴുവൻ മേഖലകളിലും ബർക്കത്ത് നൽകട്ടെ. ചില ആൾക്കാരൊക്കെ പറയുന്ന കേൾക്കാം, നമ്മളൊരു കാര്യത്തിന് വേണ്ടി അതിയായി ആഗ്രഹിച്ചാൽ അത് നേടിയെടുക്കാൻ പറ്റുമെന്ന്. അന്ന് എനിക്ക് പറയാനുള്ളത് അങ്ങനെയല്ല. ആഗ്രഹിച്ചാൽ മാത്രം പോലെ നമ്മൾ അതിനുവേണ്ടി ഇറങ്ങന്നെ വേണം. കസ്ബ് ഇഖ്തിയാർ നമ്മളെ ഭാഗത്തുനിന്നാണ്, കുദ്റത്ത് അല്ലാഹ് തരുന്നതാ. നമ്മളൊരു കാര്യം ആഗ്രഹിച്ച് അതിലേക്ക് ഇറങ്ങിയാൽ ബാക്കിയുള്ള വഴികൾ അല്ലാഹ് തുറന്നു തരിക. അപ്പൊ ഇൻഷാ അല്ലാഹ് ഉംറക്ക് പോകണമെന്ന് നിയത്താക്കിയിട്ട് ഒരു ഡേറ്റും ഫിക്സ് ചെയ്തിട്ട് ഏതെങ്കിലും ഒരു ട്രാവൽസിന് അഡ്വാൻസ് കൊടുത്ത് നിങ്ങൾ മദീനയിൽ എത്തുന്നതിന് മുന്നേ 4444 നാരിയത്ത് സ്വലാത്ത് ഞാൻ ചെല്ലിത്തീർക്കുമെന്ന് നിയത്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തവക്കുലുണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ ആഗ്രഹം സഫലീകരിക്കും. ഇതുപോലത്തെ നൂറുകണക്കിന് അനുഭവങ്ങൾ എനിക്ക് തന്നെ പറയാനുണ്ട്. ഇത് കേൾക്കുന്ന നിങ്ങൾക്കും പലതും പറയാനുണ്ടാവും. അതൊക്കെ നിങ്ങൾ പറയണം. നിങ്ങളിൽ നിന്ന് മറ്റുള്ളവർ ഇൻസ്പയർ ആവട്ടെ. നമ്മളെ ഞാമത്തുകൾ പറയണമെന്നല്ലേ പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത്. അമ്മാ ബി നിഅമത്തി റബ്ബിക ഫഹദ്ദിസ്. മറ്റുള്ളവർക്ക് ഇൻസ്പയർ ആവുന്ന രൂപത്തിൽ നമ്മൾ പറയുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല. പിന്നെ ഞാൻ സ്വലാത്തിനെ ആൾക്കുന്നത് ഉംറക്ക് പോകാൻ നേരത്ത് ഇത്ര സ്വലാത്തിലാണോ എന്ന് ഒരു ഹദീസിലും കാണാനില്ലല്ലോ. എന്ത് തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് ഈ മൗലവി പറഞ്ഞത് എന്നൊന്നും പറഞ്ഞിട്ട് വഹാബിളിന്റെ വില കുതിരാൻ നിൽക്കണ്ട. നമ്മൾ ആരുടെ അടുത്തേക്കാ പോകുന്നത്? ലോകത്തിന്റെ നേതാവിന്റെ അടുത്തേക്കാ. അവിടെ ചെല്ലുമ്പോൾ വെറും കൈയോടെ പോകാൻ മുഅ്മിനീങ്ങൾക്ക് തോന്നൂല. അതുകൊണ്ട് പറഞ്ഞതാ. ഇതൊക്കെ കേട്ടപ്പോൾ പല ആൾക്കാർക്കും ഉംറക്ക് പോകണം എന്നുള്ള ആഗ്രഹമൊക്കെ വന്നിട്ടുണ്ടാവും. പക്ഷെ അടുത്ത ചോദിക്കും എപ്പോൾ പോകണം, ആരെ കൂടെ പോകണം എന്നൊക്കെ. ഒരു 10-13 ആൾക്കാർക്കുള്ള സീറ്റ് ഈ വരുന്ന ഫെബ്രുവരി 1-ാം തീയതി ഞാൻ പഠിച്ച ദർസിൽ ഉസ്താദ്മാരും കുട്ടികളും കൂടി ഉംറ സിയാറത്ത് പോകുന്നുണ്ട്. അതിൽ ബാക്കിയുണ്ട്. അതായത് ഷാബാൻ മാസത്തിൽ. ഷാബാന്റെ പ്രത്യേകത എന്താ? ഷാബാൻ ഷഹരി, ഷാബാൻ എന്റെ മാസമാണെന്ന് മുത്തനബി തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ മുത്തനബി തങ്ങളുടെ മാസത്തിൽ തന്നെ മുത്തനബി തങ്ങളുടെ ചാരത്തേക്ക് പോകാൻ കഴിഞ്ഞാൽ അങ്ങനെ ഉണ്ടാവും. പിന്നെ ഈ മുത്താലിങ്ങൾ ഉസ്താദ്മാരുടെ കൂടെ പോയാലുള്ള പ്രത്യേകത എന്താ? നമുക്ക് എന്ത് സംശയം വന്നാലും ആരോട് വേണമെങ്കിൽ ചോദിക്കാം. ഈ ഒരു ബാച്ചിന്റെ ചീഫ് അമീറായിട്ട് വരുന്നത് ഞങ്ങളുടെ ഉസ്താദായ 10-25 വർഷത്തിലേറെ ദർസ് നടത്തിക്കൊണ്ടിരിക്കുന്ന പുതുപ്പറമ്പ് അബ്ദുറഹ്മാൻ സഖാഫി ഉസ്താദാണ്. അപ്പൊ ഇത്രയും വലിയ ഉസ്താദിന്റെ കൂടെ അല്ലേ, ഷാബാ മാസമൊക്കെ അല്ലേ, അതുകൊണ്ട് വലിയ ചാർജൊക്കെ വിചാരിച്ചിട്ട് നിങ്ങൾ ഒരു ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. കോഴിക്കോട് ടു ജിദ്ദ, ജിദ്ദ ടു കോഴിക്കോട് ഡയറക്റ്റ് ഫ്ലൈറ്റ് ആണ്. മറ്റുള്ള ട്രാവൽസ് 85, 90, ലക്ഷവും ലക്ഷത്തിന്റെ പുറത്തുവരെ വാങ്ങുന്ന ആൾക്കാരുണ്ട്. ഇവർ നിങ്ങൾക്ക് ഈടാക്കുന്നത് വെറും 79,999 രൂപ മാത്രമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് താഴെ ഉസ്താദിന്റെ നമ്പർ കൊടുക്കുന്നുണ്ട്. നിങ്ങൾ പെട്ടെന്ന് തന്നെ കോൺടാക്ട് ചെയ്തോളി. അപ്പൊ ഞാൻ നേരത്തെ ഓർമ്മിപ്പിച്ചതുപോലെ ഉംറക്ക് പോകണം എന്നുള്ള നിയത്താക്കിയിട്ട് നിങ്ങൾ അഡ്വാൻസ് കൊടുത്ത് ബുക്കാക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ട് പോകാൻ പറ്റും. ഇനി പോകാൻ പറ്റിയില്ലെങ്കിൽ തന്നെ ആ നിയത്ത് വെച്ചതിന് തന്നെ പടച്ചോന് കണക്കില്ലാത്ത പ്രതിഫലം നിങ്ങൾക്ക് തരും. പടച്ചോന്റെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്ക്. ഒരു നന്മ നമ്മൾ നിയത്ത് വെച്ചാൽ തന്നെ കൂലിയാണ്. എന്നാൽ തിന്മ അങ്ങനെയല്ല. തിന്മ ചെയ്താൽ മാത്രമാണ് പടച്ചോൻ അത് തിന്മയായിട്ട് രേഖപ്പെടുത്തി വെക്കുന്നത്.